രാജിവെച്ച ജോലിയുടെ പെൻഷൻ ആനുകൂല്യം വേണമെന്നാവശ്യപ്പെട്ട് കെ.ടി. ജലീൽ എം.എൽ.എ. കോളേജ് അധ്യാപനത്തിൽ നിന്ന് രാജിവെച്ചത് വിടുതലാക്കി പരിഗണിക്കണമെന്നാവശ്യപ്പെട്ട് കെ.ടി. ജലീൽ കോളേജ് അധികൃതർക്ക് കത്ത് നൽകി. ജലീലിന്റെ നീക്കത്തിനെതിരെ യൂത്ത് ലീഗ് ഗവർണർക്ക് പരാതി നൽകി. എയ്ഡഡ് അധ്യാപകർ പൊതുതെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെങ്കിൽ ജോലി രാജിവെക്കണമെന്ന ഹൈക്കോടതിയുടെ ഇടക്കാല വിധിയെ തുടർന്നാണ് 2021 മത്സരിക്കാൻ കെ.ടി. ജലീൽ കോളേജിലെ ജോലിയിൽ നിന്നും രാജിവെച്ചിരുന്നത്. ഇതുപ്രകാരം 2004 ഓഗസ്റ്റിൽ എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങി അക്കൌണ്ട് ക്ലോസ് ചെയ്യുകയും ചെയ്തിരുന്നു. ഇതിനുശേഷമാണ് ഇപ്പോൾ 2024 നവംബർ 14 പെൻഷൻ ആനുകൂല്യങ്ങൾ ലഭിക്കാൻ രാജി ഒഴിവാക്കി വിടുതലാക്കി തരണമെന്നാവശ്യപ്പെട്ട് ജലീൽ കോളേജ് അധികൃതർക്ക് കത്ത് നൽകിയത്. കോളേജ് അധികൃതർ കത്ത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് അധികൃതർക്ക് കൈമാറുകയും 2024 നവംബർ 14 സർവീസ് ബുക്ക് കോഴിക്കോട് ഉന്നത വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു. മത്സരിക്കാൻ രാജിവെക്കണമെന്ന ഹൈക്കോടതിയുടെ ഇടക്കാല വിധി പിന്നീട് സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരുന്നു. അതേസമയം തന്റെ രാജി വിടുതലാക്കി പരിഗണിച്ച് പെൻഷൻ വാങ്ങാനുള്ള കെ.ടി. ജലീലിന്റെ ശ്രമം സത്യപ്രതിജ്ഞാ ലംഘനമാണെന്ന് കാണിച്ച് യൂത്ത് ലീഗ് ഗവർണർക്ക് പരാതി നൽകി. സർവീസ് ബുക്ക് ആ തരത്തിൽ തിരുത്തുക എന്നുള്ളത് ഒരു നിലക്കും അംഗീകരിക്കാൻ കഴിയാത്തതാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയം ഗൗരവമായി കണ്ട് ഇതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് യൂത്ത് ലീഗിന് ആവശ്യപ്പെടാനുള്ളത്. സർവീസ് ബുക്ക് തിരുത്താനുള്ള നടപടി തടയണമെന്നാവശ്യപ്പെട്ട് ചീഫ് സെക്രട്ടറിക്കും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറിക്കും യൂത്ത് ലീഗ് പരാതി നൽകിയിട്ടുണ്ട്. ഉന്നതങ്ങളിൽ ഇടപെട്ട് സ്വാധീനം ചെലുത്തി സർവീസ് ബുക്കിൽ തിരുത്തൽ വരുത്താനുള്ള ശ്രമം നടത്തുന്നു എന്നാണ് ആക്ഷേപം ഉയരുന്നത്. മലപ്പുറത്തുനിന്ന് ജംഷീർ കൊടിഞ്ഞി, മീഡിയ 1.